നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ സന്ധ്യാദീപം തെളിക്കുകയും സന്ധ്യാനാമം ജപിക്കുകയും ചെയ്യും അല്ലേ? ഇതാരെങ്കിലും നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അതുപോലെ നിങ്ങളൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ പള്ളിയിൽ പോകുന്നത് വിലക്കിയാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഇനി ഒരു മുസ്ലിം ആണെങ്കിൽ നിസ്കരിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? ഹായ്, സുനിൽ ടോക്സിന്റെ യുണീക്കായ ഒരു കണ്ടന്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ് ഈസ് മീ സുനിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുനിൽ ടോക്സ്. ഇന്നത്തെ വീഡിയോ ഫിജിക്കാർട്ടിന്റെ കമന്റ് റിയാക്ഷൻ വീഡിയോ ആണ്. ബോച്ചയുടെ ബിസിനസ് ഐഡിയ എന്ന വീഡിയോയ്ക്ക് വന്നിട്ടുള്ള ഒരു കമന്റാണ്. അഭിരാം എസ് പത്മനാഭൻ എന്ന ഐഡിയിൽ നിന്നും വന്നിട്ടുള്ള ആരും പോയി തല വെക്കരുത്, ക്യൂനെറ്റ്, ഫിജിക്കാർട്ട് തുടങ്ങിയ എല്ലാ MLM കമ്പനികളിലും തട്ടിപ്പാണ്, എന്റെ 50,000 പോയി. ഇതാണ് കമന്റ്. ആരും പോയി തല വെക്കരുത് എന്നാണ് പറയുന്നത്. തല വെക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ്. ക്യൂനെറ്റ്, ഫിജിക്കാർട്ട് തുടങ്ങിയ എല്ലാ MLM കമ്പനികളിലും തട്ടിപ്പാണ്. ക്യൂനെറ്റിനെ കുറിച്ച് എനിക്കറിയില്ല, അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയും. ഫിജിക്കാർട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇവിടെ ഇടുന്നത്. അതിനെക്കുറിച്ചുള്ള റിയാക്ഷൻ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ 50,000 പോയി എന്ന് പറയുന്ന അഭിരാം എസ് പത്മനാഭനോടും ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ 20,000 കൊടുത്തു എന്നും പറഞ്ഞ് രാരി റൈസ് എന്നൊരു ഐഡിയിൽ നിന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയിട്ടുള്ളൊരു കടയാണ്. ആ കടയിൽ ഒരു 100 സെയിൽസ് വോളത്തിന്റെ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്ന ആർക്കും ബിസിനസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് 50,000 കൊടുത്ത് വാങ്ങണോ, 20,000 വാങ്ങണോ, 25,000 വാങ്ങണോ എന്നത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എത്ര കൊടുത്താലും നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പോയി എന്ന് പറയുന്നതിനുള്ള മറുപടിയായിട്ട്, നമ്മൾക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അല്ലെ? ഹോസ്പിറ്റലിൽ ചെന്നാലല്ലേ നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയാലേ അസുഖം മാറുള്ളൂ. അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചീട്ട് എടുക്കുന്നു, എന്നിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുന്നു. നിങ്ങൾ ഫിജിക്കാർട്ടിലും അതുപോലെ ചീട്ടെടുക്കുന്ന പ്രവൃത്തി മാത്രമാണ് ചെയ്തത്. 100 സെയിൽസ് വോളത്തിന് പ്രൊഡക്ട്സ് വാങ്ങുക എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്നും കൊടുക്കുന്ന 6 തരത്തിൽ വരുമാനം കൊടുക്കുന്നുണ്ട്. അത് കിട്ടുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് 100 സെയിൽസ് വോളത്തിന്റെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നത്. അത് മാത്രമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ പിന്നെ ടീം ഡെവലപ്പ് ചെയ്താൽ, ടീം ബിൽഡിംഗ് ചെയ്താൽ മാത്രമാണ് അവിടെ നടക്കുന്ന സെയിൽസ് വോളത്തിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ബിസിനസ് കൃത്യമായിട്ട് പഠിക്കുക. MLM തട്ടിപ്പാണെന്ന് പറയുന്നവർ ആരൊക്കെ എന്നാണ് ഞാൻ ഇനി പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് സെയിൽ കിട്ടുന്നില്ല, നിങ്ങളുടെ ക്യാഷ് പോയി എന്ന് പറയാൻ എന്തുകൊണ്ട് ഇട വന്നു എന്നുള്ളതിന് ക്ലാരിറ്റിയോടെ ഉള്ളൊരു ഉത്തരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം തരുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. MLM തട്ടിപ്പാണ് അല്ലെങ്കിൽ ഫിജിക്കാർട്ട് തട്ടിപ്പാണെന്ന് പറയുന്ന ആദ്യത്തെ ഗ്രൂപ്പാണ് ഇപ്പൊ ഇതുപോലെ ഫിജിക്കാർട്ടിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി അവർക്ക് സെയിലിൽ കൊണ്ടുവരാൻ സാധിക്കാത്തവർ അവരുടെ കാശ് പോയി എന്ന് പറയും. അത് അവർ പറയും ഇത് തട്ടിപ്പാണെന്ന്. അപ്പൊ അതിനുള്ള ആൻസർ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫിജിക്കാർട്ട് തട്ടിപ്പാണെന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പാണ് ദൃശ്യപത്രമാധ്യമങ്ങൾ. എന്തിനാണ് ദൃശ്യപത്രമാധ്യമങ്ങൾ ഇത് തട്ടിപ്പാണെന്ന് പറയുന്നതിനുള്ള കാരണം, നിങ്ങളിപ്പോൾ പത്രം എടുത്തു നോക്കിയാലും ദൂരദർശൻ ചാനലോ TV ചാനൽ വെച്ച് നോക്കിയാലും നമ്മൾ കൂടുതലായിട്ട് അതിൽ കാണുന്നത് പരസ്യങ്ങളാണ് അല്ലേ? ഈ പത്രത്തിന് വരുമാനം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ പത്രത്തിൽ കൊടുക്കുന്ന പരസ്യത്തിലൂടെ കിട്ടുന്ന വരുമാനമാണ് മെയിനായിട്ട് പത്രക്കാരുടെ വരുമാനം. ബാക്ക് സെല്ലിങ്ങിന്റെ ഫിജിക്കാർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉൽപ്പന്നം വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റും പരസ്യത്തിന് കൊടുക്കുന്ന പ്രോഫിറ്റും ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നതാണ്. അപ്പൊ ഈ ബിസിനസ്സിനെ പത്രക്കാർ പ്രൊമോട്ട് ചെയ്താൽ അവർക്ക് ഇതിൽ നിന്ന് യാതൊരു വരുമാനവും കിട്ടുന്നില്ല. അതുകൊണ്ട് പത്രപ്രവർത്തനം നടത്തുന്നവരോ ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്നവരോ ഇത് തട്ടിപ്പാണെന്ന് പറയും. അടുത്ത കൂട്ടരാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ചില്ലർ. കാരണം ഇതിനെക്കുറിച്ച് പത്രത്തിലോ മാധ്യമങ്ങളിലോ വാർത്ത കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആളുകൾക്ക് ഇത് എവിടെ നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്? യൂട്യൂബ് ചാനലിൽ നിന്ന്. അപ്പൊ ഇതൊരു ട്രെൻഡിങ് വിഷയമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ, ഇതിനെക്കുറിച്ച് പഠിക്കാത്തവർ തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരുപാട് വീഡിയോകൾ ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും ഇത് തട്ടിപ്പാണെന്ന് പറയുന്നുണ്ട്. അടുത്ത വിഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്, മറ്റ് കമ്പനികളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കേഴ്സിനെ
ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച്, ഫിജിക്കാർഡിനെ കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കാനുള്ള അവസരമുണ്ട് അല്ലേ? ഇത് തട്ടിപ്പാണെന്ന് പറയാം, ഉഡായിപ്പ് പരിപാടിയാണെന്ന് പറയാം. കാരണം എന്താ, അവർക്ക് ചെയ്യുന്ന കമ്പനി മികച്ചതാണെന്ന് വരുത്തി തീർക്കുകയാണ് അവരുടെ ലക്ഷ്യം. എല്ലാവരും ഇല്ല, ചില ലീഡേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ചാൻസും വരാം. അപ്പൊ മറ്റു കമ്പനികൾ പ്രവർത്തിക്കുന്നവർക്ക് വന്ന് ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് കമന്റ് ഇടാം. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ സമയം വാങ്ങുന്നവർ ഈ ബിസിനസ്സിൽ ഒരു തട്ടിപ്പായിട്ട് ചിത്രീകരിക്കുന്നു. എന്താണ് നിങ്ങളുടെ സമയം വാങ്ങുന്നവർ എന്ന് പറയുന്നത്? നിങ്ങളെ ജോലിക്കാരായി ആവശ്യമുള്ളവർ. അതായത് ഇപ്പൊ നിങ്ങളുടെ സമയം വാങ്ങുക എന്ന് പറയുന്നവർ, നിങ്ങളുടെ ജോലിക്കാരെ എടുക്കുന്നവർ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ 8 മണിക്കൂർ പണിയെടുത്ത് കൊടുക്കുന്നു, അവർ നിങ്ങൾക്ക് അതിനുള്ള വേതനം അല്ലെങ്കിൽ ശമ്പളം തരുന്നു. അതല്ല സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ പ്രമുഖ വ്യവസായിയും നമ്പർ 1 കോടീശ്വരനുമാണ് MA യൂസഫലി സാറ്. അദ്ദേഹം 65,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം 65,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിന്റെ വർക്കിംഗ് ടൈം, അദ്ദേഹത്തിന്റെ പ്രവർത്തന സമയമാണ് കൂടുന്നത്. അതായത് 65,000 × 8 മണിക്കൂർ 5,20,000 അവേഴ്സാണ് അദ്ദേഹത്തിന്റെ വർക്കിംഗ് ടൈം ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഈ 65,000 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ മാത്രം ഏകദേശം 63,080 കോടിയോളം രൂപയാണ് ഉള്ളതായിട്ട് കാണുന്നത്. ഞാൻ പറയുന്നതല്ല, ഇത് ഫോക്സ് മാഗസിനിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടാണിത്. അവിടെ ജോലി എടുത്തവരുടെ അക്കൗണ്ടിൽ എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം നിങ്ങളുടെ സമയമാണ് വാങ്ങിക്കുന്നത് എന്ന്. നിങ്ങളുടെ സമയം വേണ്ടവർ, നിങ്ങളുടെ സമയം വാങ്ങിക്കുന്നവർ ഈ ബിസിനസ് രീതിയെ ഒരു തട്ടിപ്പ് പരിപാടിയായിട്ട് ചിത്രീകരിക്കാം. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊരു കച്ചവടമായിട്ട് കാണുന്നവർ തട്ടിപ്പാണെന്ന് പറയാം. എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് തട്ടിപ്പാണെന്ന് പറയുന്നത്? ഇപ്പൊ ഫിജിക്കാർഡ് ചെയ്യുന്നവർക്ക് അവർക്ക് വരുമാനം കിട്ടുന്നതിന് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെയും ആവശ്യമില്ല. ഇവിടെ 4ാം ക്ലാസ് പഠിച്ചവനാകട്ടെ, 10ാം ക്ലാസ് പാസ്സാവനാകട്ടെ, ഡിഗ്രി പഠിച്ചവനാകട്ടെ, ഇനി ഒരു പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലല്ല കമ്പനി വരുമാനം കൊടുക്കുന്നത്. അവർക്കുടെ ടീം ബിൽഡ് ചെയ്തതിനനുസരിച്ച്, സെയിൽസ് വോളിയം ക്രിയേറ്റ് ചെയ്തതിനനുസരിച്ച് കമ്പനിക്ക് വേണ്ടി കച്ചവടം നടത്തി കൊടുക്കുന്നത് ആരാണോ അവർക്കാണ് കമ്പനി കമ്മീഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് രീതിയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ എതിർക്കാം. ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, അഭിരാം എസ് പത്മനാഭനോടും റാറി റേസിനോടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെയിൽ കിട്ടാത്തതെന്ന്. അതിന്റെ ഒരു കാരണം അന്വേഷിച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം ഏകദേശം 2.5 കോടിയാണ്. ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായിട്ട് ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എണ്ണം നോക്കിയാൽ 1200ഓളം യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിലുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം നോക്കിയാൽ 15,000ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഇന്ത്യയിലുള്ളത്. ഇനി കോളേജുകൾ മാത്രം നോക്കിയാൽ ഏകദേശം 57,000ഓളം കോളേജുകളാണ് ഇന്ത്യയിലുള്ളത്. ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നവർ ഏകദേശം 30,000 തൊട്ട് 50,000 മണിക്കൂർ വരെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഠിച്ചിറങ്ങുന്നവരോട്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? അവർ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടി. അവരോടാണ് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യണം, ഫിജിക്കാർഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണ് കാരണം? ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ സന്ധ്യാദീപം തെളിക്കുകയും സന്ധ്യാനാമം ജപിക്കുകയും ചെയ്യും അല്ലെ? ഇതാരെങ്കിലും നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അതുപോലെ നിങ്ങളൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതുപോലെ നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ആ ഒരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ ഈ ബിസിനസ് ചെയ്യണം എന്ന് പറയുമ്പോൾ സംഭവിക്കുക. നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? പണമുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നതിനായി നിങ്ങളെ റെഡിയാക്കുക, നിങ്ങളെ ജോലിക്കാരാക്കി മാറ്റുക എന്നത് മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശമെന്ന് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്നാണോ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് കിട്ടുന്നത്? അന്നാണ് നിങ്ങൾ ഫിജിക്കാർഡ് എന്ന കൺസെപ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അന്ന് നിങ്ങൾക്ക് വിളിക്കുക, മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞതിന് എന്ത് ക്ലാരിറ്റിയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനാണ് അംബാനി, റിലയൻസ് ഗ്രൂപ്പിന്റെ ഓണറായിട്ടുള്ള അംബാനി. അദ്ദേഹം 3,89,414 പേർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളത്. അംബാനിയുടെ അക്കൗണ്ടിൽ 9.63 ലക്ഷം കോടി രൂപയാണ് ഉള്ളത്. ആ ജോലിക്കാരുടെ അക്കൗണ്ടിൽ എത്ര കോടി ഉണ്ടെന്ന് ഇതുവരെ ഏതെങ്കിലും പത്രത്തിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ജോലി എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ടീം ബിൽഡ് ചെയ്യുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും കഴിയുന്ന ഒരു സിസ്റ്റമാണ്. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.